എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളെ പറ്റിയാണ്. 2021 മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് കേരള PSCയുടെ പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് അനുയാത്ര പദ്ധതി. അനുയാത്ര പദ്ധതി എന്ന് പറയുമ്പോൾ കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. 2023 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് അനുയാത്ര പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2021 SSLC ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷയ്ക്ക് സ്റ്റേജ് 3 അതിലും അനുയാത്ര പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത് മൃതസഞ്ജീവനി പദ്ധതിയാണ്. മൃതസഞ്ജീവനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന പദ്ധതിയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്ന പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു സമ്പൂർണ്ണ അവയവ ദാന പദ്ധതിയാണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ ആണ് മോഹൻലാൽ. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ ആണ് മോഹൻലാൽ. മൃതസഞ്ജീവനി പദ്ധതിയെപ്പറ്റി 2021 VEOയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2022 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എന്നുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2022 SSLC ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് സ്റ്റേജ് 1 ഈ ഒരു മൃതസഞ്ജീവനി പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2023 നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ പ്രിലിംസ് പരീക്ഷയിൽ സ്റ്റേജ് 4 ഈ ഒരു മൃതസഞ്ജീവനി പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 4 പരീക്ഷകൾക്കായിട്ടാണ് മൃതസഞ്ജീവനി പറ്റി ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത് മിഠായി പദ്ധതി. മിഠായി പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്ന പദ്ധതി. മിഠായി എന്നുള്ള ഈ ഒരു പദ്ധതിയെപ്പറ്റി 2023 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് എന്നുള്ള ആ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2021 നടന്നിട്ടുള്ള LD ക്ലർക്കിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് KASP എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. KASPയുടെ പൂർണ്ണ രൂപമാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നുള്ളതാണ് KASPയുടെ പൂർണ്ണ രൂപം. അഞ്ചാമത്തേത് സ്നേഹസ്പർശം പദ്ധതിയാണ്. സ്നേഹസ്പർശം പദ്ധതി കേരളത്തിലെ അവിവാഹിതരായിട്ടുള്ള അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. ഈ ഒരു സ്നേഹസ്പർശം പദ്ധതിയെപ്പറ്റി 2022 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2024 നടന്ന ഖാദി ബോർഡ് LD ക്ലർക്കിൻ്റെ പ്രിലിംസ് പരീക്ഷയിൽ 5ാം ഘട്ടത്തിലാണ് സ്നേഹസ്പർശം പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആറാമത്തേത് മന്ദഹാസം പദ്ധതി. മന്ദഹാസം പദ്ധതി എന്ന് പറയുമ്പോൾ മുതിർന്ന പൗരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ ആയിട്ട് പല്ല് വച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. മന്ദഹാസം പദ്ധതിയെപ്പറ്റി 2023 നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2021 സൈനിക് വെൽഫെയർ LDC പരീക്ഷയ്ക്കും മന്ദഹാസം പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏഴാമത്തേത് സ്നേഹപൂർവം പദ്ധതിയാണ്. സ്നേഹപൂർവം പദ്ധതി എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ 2 പേരും നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ മാതാപിതാക്കൾ 2 പേരിൽ ഒരാൾ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. സ്നേഹപൂർവം പദ്ധതി നടപ്പിലാക്കിയത് സാമൂഹ്യ സുരക്ഷാ മിഷൻ ആണ്. അതുപോലെ തന്നെ സ്നേഹപൂർവം പദ്ധതി എന്ന് പറയുമ്പോൾ ഇത് ഒരു സാമ്പത്തിക സഹായ പദ്ധതിയാണ്. 2022
+2 ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷയിൽ സ്റ്റേജ് 1 ഈ ഒരു സ്നേഹപൂർവ്വം പദ്ധതിയെപ്പറ്റി PSC ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 8ാമത്തേത് മെഡിസെപ്പാണ്. മെഡിസെപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെഡിസെപ്പ് പദ്ധതിയെപ്പറ്റി 2022 ഇൻസ്പെക്ടിംഗ് അസിസ്റ്റൻ്റ് എന്നുള്ള ആ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2022 നടന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ആ ഒരു പരീക്ഷയ്ക്കും മെഡിസെപ്പ് പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 9ാമത്തേത് താലോലം പദ്ധതി. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. താലോലം പദ്ധതിയെപ്പറ്റി 2023 സ്റ്റോർ കീപ്പറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2023 നടന്നിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ പ്രിലിംസ് പരീക്ഷയിൽ സ്റ്റേജ് 2 ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 2 പരീക്ഷയ്ക്ക് താലോലം പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. 10ാമത്തേത് അമ്മത്തൊട്ടിൽ പദ്ധതി. അമ്മത്തൊട്ടിൽ പദ്ധതി എന്ന് പറയുമ്പോൾ അനാഥരായിട്ടുള്ള നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ പദ്ധതിയെപ്പറ്റി 2021 നടന്ന ICDS സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 11ാമത്തേത് ശരണ്യ പദ്ധതിയാണ്. സ്വയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. സ്വയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ശരണ്യ പദ്ധതി. 2021 ബൈൻഡർ എന്നുള്ള BINDER ബൈൻഡർ എന്നുള്ള ആ ഒരു പരീക്ഷയ്ക്കാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 12ാമത്തേത് സ്നേഹക്കൂട് പദ്ധതിയാണ്. സ്നേഹക്കൂട് പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസിക രോഗമുക്തി ആയവരുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസിക രോഗമുക്തി ആയവരുടെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട്. സ്നേഹക്കൂട് പദ്ധതിയെപ്പറ്റി 2024 യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 13ാമത്തേത് സെഹത്ത് എന്നുള്ള ടെലി മെഡിസിനെ പറ്റിയാണ്. സെഹത്ത് എന്നുള്ള ടെലിമെഡിസിൻ തുടങ്ങിയത് 2015 ആഗസ്റ്റ് 25-നാണ്. 2015 ഓഗസ്റ്റ് 25-നാണ് സെഹത്ത് എന്നുള്ള ടെലിമെഡിസിൻ തുടങ്ങിയത്. ഈ ഒരു ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രവിശങ്കർ പ്രസാദ്. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. സെഹത്ത് എന്നുള്ള ഈ ഒരു ടെലിമെഡിസിനുമായിട്ട് സഹകരിച്ച ആദ്യത്തെ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. സെഹത്ത് എന്നുള്ള ഈ ടെലിമെഡിസിനെ പറ്റി 2021 SSLC ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ സ്റ്റേജ് 1, 2, 4 എന്നീ ഘട്ടങ്ങളിലായിട്ടാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2021 SSLC ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ സ്റ്റേജ് 1, 2, 4 ഈ 3 പരീക്ഷകളിലും സെഹത്ത് എന്നുള്ള ടെലിമെഡിസിൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. 14ാമത്തേത് പരിരക്ഷാ പദ്ധതി. പരിരക്ഷാ പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകാൻ വേണ്ടിയിട്ട് സാമൂഹ്യ നീതി വകുപ്പാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം കിട്ടുവാൻ വേണ്ടിയിട്ട് സാമൂഹ്യ നീതി വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് പരിരക്ഷാ പദ്ധതി. പരിരക്ഷാ പദ്ധതിയെപ്പറ്റി 2021 SSLC ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ
സ്റ്റേജ് 5ലാണ് പരിരക്ഷാ പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 15ാമത്തേത് ആശ്വാസ കിരണം പദ്ധതി. ആശ്വാസ കിരണം പദ്ധതി എന്ന് പറയുമ്പോൾ ഒരു മുഴുവൻ സമയ പരിചാരകൻ്റെ ആവശ്യം ആകുന്ന വിധം കിടപ്പിലായ രോഗികളെയും മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും അതേപോലെ തന്നെ തീവ്ര രോഗം ബാധിച്ചവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം പദ്ധതി. ഇതൊരു സാമൂഹ്യ ക്ഷേമ പദ്ധതിയാണ്. ആശ്വാസ കിരണം പദ്ധതിയെപ്പറ്റി 2021 ഫീൽഡ് വർക്കറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2022 ഫയർമാൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2022 നടന്ന SSLC ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ സ്റ്റേജ് 6 എന്ന് പറയുമ്പോൾ 6ാം ഘട്ടത്തിലും ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. 3 പരീക്ഷകൾക്കാണ് ആശ്വാസ കിരണം പദ്ധതിയെപ്പറ്റി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. 16ാമത്തേത് മാതൃജ്യോതി പദ്ധതി. മാതൃജ്യോതി പദ്ധതി എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞുങ്ങളെ പരിപാലിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുവാനും വേണ്ടിയിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പ് തുടങ്ങിയിട്ടുള്ള പദ്ധതിയാണ് മാതൃജ്യോതി പദ്ധതി. മാതൃജ്യോതി പദ്ധതിയെപ്പറ്റി 2024 യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 17ാമത്തേത് ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതിയെപ്പറ്റി പറയുമ്പോൾ ആർദ്രം പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാതൃ ശിശു സേവനങ്ങൾ നൽകുക, ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനം നൽകുക, രോഗി സൗഹൃദ ആശുപത്രിയാക്കുക, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുക, മാതൃ ശിശു സേവനങ്ങൾ നൽകുക, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ നൽകുക എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയും താലൂക്ക് ആശുപത്രിയും ഈ 2 തരത്തിലുള്ള ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും സേവനങ്ങൾ നൽകുക എന്നതുകൂടി ആർദ്രം പദ്ധതിയിൽ ഉണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞുതരാം. അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾക്കുള്ള ഫണ്ട് പഞ്ചായത്തിൽ നിന്നും കിട്ടുന്നതല്ല. ഞാൻ ഈ പറഞ്ഞ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ പറഞ്ഞിട്ടുള്ള കാര്യം 2023 ഖാദി ബോർഡ് LD ക്ലർക്കിൻ്റെ പ്രിലിംസ് പരീക്ഷ സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ 4ാം ഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആർദ്രം പദ്ധതി എന്ന് പറയുന്നത് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ് ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതിയെപ്പറ്റി 2021 ലാസ്റ്റ് ഗ്രേഡിൻ്റെ മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2021 ഫീൽഡ് വർക്കറിൻ്റെ മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2021 തന്നെ LD ക്ലർക്കിൻ്റെ സ്പെഷ്യൽ പരീക്ഷ ഒന്നുണ്ടായിരുന്നു. 110/2021 എന്നുള്ള ആ ഒരു സ്പെഷ്യൽ പരീക്ഷ ഉണ്ടായിരുന്നു, അതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2023 ഖാദി ബോർഡ് LD ക്ലർക്കിൻ്റെ പ്രിലിംസ് പരീക്ഷയിൽ സ്റ്റേജ് 4 അതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2022 SSLC ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ സ്റ്റേജ് 2ലും സ്റ്റേജ് 5ലും അങ്ങനെ മൊത്തം 6 പരീക്ഷകൾക്കായിട്ടാണ് ആർദ്രം പദ്ധതിയെപ്പറ്റി വിവിധ രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇത്രയും ഡീപ്പായിട്ട് നോക്കിയാൽ മാത്രമാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത്, ആർദ്രം പദ്ധതിയെ പറ്റിയുള്ള ഒരു പ്രാധാന്യം മനസ്സിലായത്. അപ്പോൾ ആർദ്രം പദ്ധതിയെപ്പറ്റി വിശദമായിട്ട് പഠിച്ചിട്ടേ പോകാവൂ. 18ാമത്തേത് ശലഭം പദ്ധതിയെപ്പറ്റിയാണ്. കേരളത്തിൽ മാതൃ ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നവജാത ശിശുക്കളിൽ കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം എന്നുള്ള ഇത് നടത്തുന്നത് ശലഭം പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ശലഭം പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത് 2023 ഖാദി ബോർഡ് LD ക്ലർക്കിൻ്റെ പ്രിലിംസ് പരീക്ഷയിൽ സ്റ്റേജ് 2 സ്റ്റേജ് 2 ഇതിനെപ്പറ്റി ശലഭം പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം. 19ാമത്തേത് അമൃതം ആരോഗ്യം
പദ്ധതി. കേരള സംസ്ഥാന സർക്കാർ തുടങ്ങിയിട്ടുള്ള ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്ന 3 പ്രധാനപ്പെട്ട മറ്റ് പദ്ധതികളാണ്. ഒന്ന് സിറസ്, രണ്ടാമത്തേത് പാദസ്പർശം, മൂന്നാമത്തേത് നയനാമൃതം. സിറസ്, പാദസ്പർശം, നയനാമൃതം. ഈ 3 പദ്ധതികൾ അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിലാണ്. അമൃതം ആരോഗ്യം പദ്ധതിയെപ്പറ്റി 2022 സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തം 2 പരീക്ഷയ്ക്കാണ് അമൃതം ആരോഗ്യം പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുള്ളത്. 20ാമത്തേത് ഭൂമിക പദ്ധതി. ഭൂമിക പദ്ധതി ഭൂമിക പദ്ധതി എന്ന് പറയുമ്പോൾ ലിംഗ അധിഷ്ഠിത അക്രമങ്ങളിൽ നിന്നോ സാമൂഹിക ദുരുപയോഗങ്ങളിൽ നിന്നോ ഇരയായവർക്ക് ഉള്ള മെഡിക്കൽ പരിചരണമാണ് ഭൂമിക പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭൂമിക പദ്ധതി എന്ന് പറയുമ്പോൾ ലിംഗ അധിഷ്ഠിത അക്രമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സാമൂഹിക ദുരുപയോഗങ്ങളിൽ നിന്നോ ഇരയായവർക്ക് മെഡിക്കൽ പരിചരണം നൽകുന്നു. ഭൂമിക പദ്ധതിയെപ്പറ്റി 2023 ഖാദി ബോർഡ് LD ക്ലർക്കിൻ്റെ പ്രിലിംസ് പരീക്ഷയിൽ സ്റ്റേജ് 1 ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. 21ാമത്തേത് ഉഷസ് പദ്ധതി. ഉഷസ് പദ്ധതി എന്ന് പറയുമ്പോൾ കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് ഉഷസ്. ഉഷസ് പദ്ധതി എന്ന് പറയുന്നത് കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ്. 2023 നടന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ് SR for SC ST എന്നുള്ള ആ ഒരു പരീക്ഷയിലാണ് ഉഷസ് പദ്ധതിയെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 22ാമത്തേത് സുകൃതം പദ്ധതി. സുകൃതം പദ്ധതി എന്ന് പറയുന്നത് കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം പദ്ധതി. സുകൃതം പദ്ധതിയെപ്പറ്റി യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡിൻ്റെ പ്രിലിംസ് പരീക്ഷയിൽ സ്റ്റേജ് 1 ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2021 ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു LD ക്ലർക്കിൻ്റെ പരീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു പരീക്ഷയിൽ ആശാപ്രവർത്തകരുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആശാപ്രവർത്തകരുടെ യോഗ്യതകൾ എന്ന് പറയുമ്പം ഒന്നാമത്തേത് വനിതയായിരിക്കണം. രണ്ടാമത്തേത് പ്രായപരിധി 25-നും 45-നും ഇടയിലായിരിക്കണം. മൂന്നാമത്തേതെന്ന് പറയുമ്പം ഇവർക്ക് +2 ജയിക്കണമെന്ന് നിർബന്ധമില്ല. +2 ജയിക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ്. പിന്നെ 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പം അതാത് പഞ്ചായത്തിലെ അംഗമായിരിക്കണം. അതായത് ഇപ്പം ആശാപ്രവർത്തകയായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ സ്വന്തം ഏതാണോ പഞ്ചായത്ത് ആ ഒരു പഞ്ചായത്തിൽ തന്നെ ആയിരിക്കണം ആശാപ്രവർത്തകയായിട്ട് ജോലി ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അതാത് പഞ്ചായത്തിലെ വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് 4ാമത്തെ യോഗ്യത. പഞ്ചായത്ത് ഈ 4 പോയിൻറ്റും പഠിച്ചോളണം. ഒരു പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് രീതിക്ക് ചോദിച്ചാലായി. സ്റ്റേറ്റ്മെൻറ്റ് രീതിക്ക് ചോദിച്ചാലും ഇത് 4 അറിയെങ്കിൽ നമുക്ക് പിടിച്ച് ചെയ്യാൻ സാധിക്കും. 2021 സ്പെഷ്യലായിട്ട് ഒരു LD ക്ലർക്ക് പരീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു പരീക്ഷയിലായിട്ടായിരുന്നു ആശാപ്രവർത്തകയുടെ യോഗ്യതകളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളേത്, ഉൾപ്പെടാത്ത കാര്യങ്ങളേത് എന്നുള്ള രീതിയിൽ മുൻ വർഷങ്ങളിൽ PSC പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. 2021 നടന്നിട്ടുള്ള ലബോറട്ടറി അറ്റൻഡറിൻ്റെ പരീക്ഷയ്ക്ക് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2021 നടന്നിട്ടുള്ള ഫീൽഡ് വർക്കറിൻ്റെ പരീക്ഷയ്ക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്.
പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് PHC, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പം, ഒന്ന്, ഡോക്ടറിൻ്റെ സേവനം ലഭ്യമാണ്. ഡോക്ടറിൻ്റെ സേവനം ലഭ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കിട്ടുന്നുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കിട്ടാറുണ്ട്. മൂന്നാമത്തേത്, മരുന്ന് കൊടുത്തുള്ള ചികിത്സ ഇവിടെ ഉണ്ട്. മരുന്ന് കൊടുത്തുള്ള ചികിത്സ കിട്ടുന്നതാണ്. നാലാമത്തെ കാര്യം, പാലിയേറ്റീവ് പരിചരണം കിട്ടുന്നുണ്ട്. പാലിയേറ്റീവ് പരിചരണം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നതാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കിട്ടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് കിട്ടുന്ന കാര്യങ്ങൾ, ഇത് കിട്ടാത്ത കാര്യങ്ങൾ. ഒന്ന്, കിടത്തിയുള്ള ചികിത്സ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും കിട്ടില്ല എന്നാണ് നമുക്ക് PSC തന്നിട്ടുള്ളത്. രണ്ടാമത്തേത്, CT സ്കാന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിട്ടുന്നതല്ല. മൂന്നാമത്തേത്, പ്രസവ പരിചരണം ഇത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിട്ടുന്നതല്ല. പാലിയേറ്റീവ് പരിചരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീവ്ര രോഗബാധിതർക്കും അവരുടെ കുടുംബത്തിനും ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പാലിയേറ്റീവ് പരിചരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യമാണ് 2021 നടന്ന ഫീൽഡ് വർക്കറിൻ്റെ പരീക്ഷയ്ക്ക് ഇതേപോലെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.